السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آله وصحبه أجمعين. أما بعد. ഏവർക്കും ഖുർആൻ വസന്തം എന്ന ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായമായ സൂറത്ത് നിസായിലെ 48-ാമത്തെ വചനമായിരുന്നു. എന്താണ് 48-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറഞ്ഞത്? തന്നോട് പങ്കുചേർക്കപ്പെടുന്നതിനെ, അതായത് ശിർക്കിനെ തീർച്ചയായും അല്ലാഹു പൊറുക്കുകയില്ല. അതല്ലാത്ത മറ്റെല്ലാ പാപങ്ങളും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുന്നതാണ്. അല്ലാഹുവോട് പങ്കുചേർക്കുന്നവർ തീർച്ചയായും വലിയൊരു പാപം തന്നെയാണ് കെട്ടിച്ചമച്ചിരിക്കുന്നത് എന്നാണ് ഇന്നലെ നാം പറഞ്ഞു നിർത്തിയത്. ഇൻഷാ അല്ലാഹ് 49-ാമത്തെ ആയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എന്താണ് 49-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പറയുന്നത് എന്ന് നമുക്കൊന്ന് കേൾക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഒന്ന് കേട്ടു നോക്കാം. ألم تر إلى الذين يزكون أنفسهم بل الله يزكي من يشاء ولا يظلمون فتيلا. എന്താണ് 49-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്? പ്രവാചകരെ, തങ്ങൾ സ്വയം പരിശുദ്ധരാണെന്ന് വാദിക്കുന്നവരെ നീ കണ്ടിട്ടില്ലേ? എന്നാൽ അല്ലാഹു താൻ ഉദ്ദേശിക്കുന്നവരെ പരിശുദ്ധരാക്കുന്നു. അവരോട് ഒരു ഈന്തപ്പഴക്കുരുവിൻ്റെ നാര് പോലുമുള്ള അനീതി കാണിക്കപ്പെടുകയില്ല എന്നാണ് 49-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല വ്യക്തമാക്കി തരുന്നത്. അതായത് മദീനയിലെ യഹൂദന്മാർ തങ്ങൾ അല്ലാഹുവിൻ്റെ പ്രിയപ്പെട്ട മക്കളാണെന്നും തങ്ങൾ ചെയ്യുന്ന തെറ്റുകൾക്ക് ശിക്ഷ ലഭിക്കുകയില്ലെന്നും തങ്ങൾ മാത്രമാണ് പരിശുദ്ധരെന്നും വാദിച്ചിരുന്നു. എന്നാൽ ഒരാൾ പരിശുദ്ധനാകുന്നത് സ്വയം പുകഴ്ത്തുന്നത് കൊണ്ടല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നത് കൊണ്ടാണെന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. അടുത്തതായി സുഹൃത്തുക്കളെ, 50-ാമത്തെ ആയത്താണ് നമുക്ക് കേൾക്കാനുള്ളത്. എന്താണ് 50-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പറയുന്നതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്താണ് 50-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുന്നത്? كيف يفترون على الله الكذب وكفى به إثما مبينا. അപ്പോൾ എന്താണ് 50-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല നമുക്ക് വ്യക്തമാക്കി തരുന്നത്? നോക്കൂ, അവർ എങ്ങനെയാണ് അല്ലാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കുന്നത് എന്ന്. വ്യക്തമായ ഒരു പാപമായിട്ട് തന്നെ ഇത് മതിയായതാണ് എന്നാണ് അല്ലാഹു തആല വ്യക്തമാക്കുന്നത്. അതായത് ദൈവത്തിൻ്റെ പേരിൽ, അല്ലാഹുവിൻ്റെ പേരിൽ ഇത്തരം കള്ളങ്ങൾ കെട്ടിച്ചമക്കുന്നത് കടുത്ത പാപമാണ്. അല്ലാഹു ആരോടും ഒരു ചെറിയ അനീതി പോലും കാണിക്കുകയില്ല എന്നാണ് അല്ലാഹു തആല ഈ ആയത്തിലൂടെ വ്യക്തമാക്കുന്നത്. അടുത്തതായി നമുക്ക് 51-ാമത്തെ ആയത്തിലേക്കൊന്ന് പ്രവേശിക്കേണ്ടതുണ്ട്. എന്താണ് 51-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു വ്യക്തമാക്കുന്നത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ألم تر إلى الذين أوتوا نصيبا من الكتاب يؤمنون بالجبت والطاغوت ويقولون للذين كفروا هؤلاء أهدى من الذين آمنوا سبيلا. അതായത് 51-ാമത്തെ ആയത്താണ് അടുത്തതായി വ്യക്തമാക്കാനുള്ളത്. വേദത്തിൽ നിന്ന് ഒരു വിഹിതം നൽകപ്പെട്ടവരെ നീ കണ്ടിട്ടില്ലേ? അവർ ജിബ്രീലും അന്ധവിശ്വാസങ്ങളിലും, അതായത് ജിബ്തിലും അന്ധവിശ്വാസങ്ങളിലും താക്കൂത്തിലും, അതായത് വ്യാജ ദൈവങ്ങളിലും വിശ്വസിക്കുന്നു. അവിശ്വാസികളെ പറ്റി അവർ പറയുന്നു, ഇവരാണ് വിശ്വാസികളെക്കാൾ നേരായ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ എന്ന്. എന്താണിത് കൂടുതൽ വ്യക്തമാക്കുകയാണെങ്കിൽ ഇതിൻ്റെ പശ്ചാത്തലം മദീനയിലെ യഹൂദ പ്രമുഖനായിരുന്ന ഹുയയ് ഇബ്നു അഖ്തബ്, കഅബ് ഇബ്നു അഷ്റഫ് എന്നിവരുമായി ബന്ധപ്പെട്ടതാണ്. അവർ മക്കയിലെ ഖുറൈശികളായ വിഗ്രഹാരാധകരുടെ അടുക്കൽ ചെന്നുകൊണ്ട് മുഹമ്മദ് നബിക്കെതിരെ യുദ്ധം ചെയ്യാൻ സഹായം ചോദിച്ചു. അപ്പോൾ മക്കക്കാർ ചോദിച്ചു, ഞങ്ങളാണോ അതോ മുഹമ്മദും കൂട്ടരുമാണോ ശരിയായ മാർഗത്തിലുള്ളത്? വേദഗ്രന്ഥത്തെക്കുറിച്ച് അറിവുള്ളവരായിട്ടും മുസ്ലിങ്ങളോടുള്ള കടുത്ത അസൂയ കാരണം ആ യഹൂദന്മാർ പറഞ്ഞു, നിങ്ങൾ വിഗ്രഹാരാധകരാണ് മുഹമ്മദിനേക്കാൾ സന്മാർഗത്തിലുള്ളത് എന്ന്. ജിബ്ത്, ത്വാഗൂത്ത്, അതായത് വിഗ്രഹങ്ങൾ, പിശാച്, മന്ത്രവാദം തുടങ്ങിയ വ്യാജ ശക്തികൾക്കാണ് ഈ പറയുന്നത്. എന്നിവയിലൊക്കെ വിശ്വസിക്കുന്നവരാണ് യഹൂദർ എന്ന് ഖുർആൻ ഇവിടെ ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് സുഹൃത്തുക്കളെ അല്ലാഹു തആല 51-ാമത്തെ ആയത്തിലൂടെ വ്യക്തമാക്കുന്നത്. അല്ലാഹു തആല ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കി ജീവിക്കാനുള്ള ഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു തആല നൽകട്ടെ എന്ന് സാന്ദർഭികമായി പ്രാർത്ഥിച്ചു പോകുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത
ആയത്തുമായി നമുക്ക് നാളെ കാണാം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.